ഇറാൻ കലിപൂണ്ട് വിളയാടുമ്പോൾ യുദ്ധം 45 മണിക്കൂർ പിന്നിടുന്നതിനിടയ്ക്ക് പശ്ചിമേഷ്യയിലെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളെയെല്ലാം ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ജോർദാൻ, ഇറാഖ്, ബഹ്റൈൻ, ഒമാൻ, സിറിയ, സൈപ്രസ് എന്നീ രാജ്യങ്ങളെയും ഒപ്പം അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളെയും മറ്റും ഇറാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. 14ഓളം രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ ഈ സമയത്തിനകം അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനൊരു സമീപനമെടുക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? എന്താണ് ഇതുവഴി ഇറാൻ ലക്ഷ്യം വെക്കുന്നത്? ഉത്തരം വ്യക്തമാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ കടന്നുകയറ്റവും ആക്രമണവും ഇറാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ചർച്ചകൾക്കിടയിലും തങ്ങളുടെ പരമോന്നത നേതാവിനെ ഇത്ര പെട്ടെന്ന് വധിക്കും എന്ന് ഇറാൻ കരുതിയിരുന്നില്ല. ചർച്ചകൾ അലസിപ്പിക്കുകയോ തീരുമാനമാവാതെ വരികയോ ചെയ്യുന്ന മുറക്ക് പരമോന്നത നേതാവും സൈനിക നേതൃത്വവും സുരക്ഷിതമായ ഒരിടം കേന്ദ്രീകരിക്കും എന്ന് ഇറാൻ കരുതിയിരിക്കണം. എന്നാൽ ചർച്ച പോലും ഒരു ട്രാപ്പാണെന്ന കണക്കെ ആക്രമണത്തിൽ നേതാവ് കൊല്ലപ്പെടുന്നു. ഇറാൻ തന്നെയാണ് അതിന് ഒരർത്ഥത്തിൽ കാരണം. അഥവാ അമേരിക്കയെയും ഇസ്രയേലിനെയും ഇക്കണക്കിന് വിശ്വസിച്ചതാണ് അവർക്ക് തെറ്റിയ അബദ്ധം. ഇതേ തുടർന്ന് ഇറാൻ പ്രകോപിതരാണ്. ഏറെ വൈകാരികമായി ഇനി ഒന്നും തങ്ങൾക്ക് നഷ്ടപ്പെടാനില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഒന്നുകിൽ പോരാടുക, അല്ലെങ്കിൽ പൊരുതി മരിക്കുക. അതുതന്നെയാണ് ഇറാന്റെ പ്ലാൻ. തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്താൻ തയ്യാറെടുത്തതും പദ്ധതികൾ ആസൂത്രണം ചെയ്തതും ഈ രാജ്യങ്ങളുടെ മണ്ണിൽ നിന്നാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. നേരത്തെ മുതൽ ഇറാൻ പാശ്ചാത്യർക്ക് പശ്ചിമേഷ്യയിൽ ഇടം കൊടുക്കുന്നതിനെതിരെ രംഗത്ത് വരാറുള്ളതാണ്. ഇതിൽ തന്നെ പല രാജ്യങ്ങളും ഇറാനെതിരായ നീക്കത്തിന് തങ്ങളുടെ മണ്ണും അന്തരീക്ഷവും വിട്ടു നൽകില്ലെന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം ഇത്തരം രാജ്യങ്ങളിൽ നിന്നാണെന്ന് ഇറാൻ മനസ്സിലാക്കി. ഈ രാജ്യങ്ങളിലെ പാശ്ചാത്യ സൈനിക സൗകര്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കുകയാണ് ഇറാന്റെ ആദ്യ ലക്ഷ്യം. ഇറാൻ തന്നെ ടോയ്സ് എന്ന ഓമനപ്പേരിട്ടിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവകൾ ആദ്യം തകർത്ത ശേഷം അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മാരകമായ പ്രഹരം ഇസ്രയേലിനും അമേരിക്കക്കും ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്കും ഏൽപ്പിക്കുക എന്ന തന്ത്രമാണ് പിന്നീട് പുറത്തെടുത്തത്. എന്നാൽ ഇറാനെതിരെ ആദ്യം ഇറാന്റെ പ്രക്ഷേപണ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കുകയും പിന്നീട് സൈനിക താവളങ്ങൾ ആക്രമിക്കുകയും ചെയ്യുക എന്നതാണ് പാശ്ചാത്യർ കണ്ട സ്വപ്നം. അതിനായി പ്രധാനപ്പെട്ട ഭൂഗർഭ അറകൾ അവർ തേടി നടക്കുകയാണ്. ട്രംപ് പറഞ്ഞത് ഇറാന്റെ നേവൽ സൗകര്യങ്ങൾ ഉടൻ ഇല്ലാതെയാക്കുമെന്നാണ്. എന്നാൽ അതിന് മറുപടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങളുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പരാജയങ്ങളെ പഠിക്കാൻ ഞങ്ങൾക്ക് 2 പതിറ്റാണ്ട് സമയം ലഭിച്ചു. ആ പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിട്ടുണ്ട്. ഞങ്ങളുടെ തലസ്ഥാനത്ത് ബോംബാക്രമണം നടന്നാലും യുദ്ധം നടത്താനുള്ള ഞങ്ങളുടെ ശേഷിയെ അത് ബാധിക്കില്ല. വികേന്ദ്രീകൃത മൊസായിക് പ്രതിരോധ സംവിധാനം വഴി യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് അബ്ബാസ് അറാച്ചി പറഞ്ഞത്. ഇതിൽ മൊസായിക് പ്രതിരോധം എന്നത് ഒരു കേന്ദ്രീകൃത സൈനിക സംവിധാനമല്ല. അത് പലയിടത്തു നിന്ന് യുദ്ധം തുടരാൻ പല ഗ്യാങ്ങുകൾക്ക് ഇറാൻ നൽകിയ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം തകരുമ്പോൾ മറുഭാഗം യുദ്ധം തുടരുക തന്നെ ചെയ്യും. അഥവാ വികേന്ദ്രീകൃത കമാൻഡ് സ്ട്രക്ചർ ആയിരിക്കും ഇത്. ഒരൊറ്റ തലസ്ഥാനത്തെ ഇത് ആശ്രയിക്കില്ല. വിവിധ പ്രദേശങ്ങളായി വിഭജിച്ച നേതൃഘടനയാകും ഇതിനുണ്ടാവുക. 2 ചെറിയ സ്വതന്ത്ര യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഓരോ യൂണിറ്റും സ്വതന്ത്രമായി പ്രവർത്തിക്കും. ഒരിടത്ത് ആക്രമണം ഉണ്ടായാലും മുഴുവൻ സംവിധാനവും തകരില്ല. മറ്റൊന്ന് ഗറില്ല തന്ത്രങ്ങളാണ്. വേഗത്തിലുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ, മിസൈൽ, സൈബർ ആക്രമണം തുടങ്ങിയ മിശ്ര രീതികളായിരിക്കും. മറ്റൊന്ന് പ്രോക്സി ഗ്രൂപ്പുകളുടെ ഉപയോഗമാണ്. ഉദാഹരണത്തിന് ഇറാന്റെ വിവിധ മേഖലയിലുള്ള സഖ്യ സംഘടനകളായ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി തുടങ്ങിയ സംവിധാനങ്ങളെ ഉപയോഗിച്ചായിരിക്കും പരോക്ഷമായി സമ്മർദ്ദം സൃഷ്ടിക്കുക. തലസ്ഥാനത്ത് ബോംബ് വീണാലും യുദ്ധം നിർത്തില്ല എന്നത്, അതോടൊപ്പം രാജ്യത്തിന്റെ സൈനിക ഘടന പൂർണ്ണമായും തകർക്കാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസവും, യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന രാഷ്ട്രീയ സന്ദേശവും അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്കുള്ള വലിയ വെല്ലുവിളിയായി ഇറാൻ നിർത്തുകയാണ്.